മുജാഹിദ് പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ച് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ആ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട കുട്ടികൾ, ആ കുട്ടികളിൽ ഇന്നും ഷാർജയിലെ പള്ളിയിൽ ഹുസൈൻ സലഫി ഖുതുബക്കില്ലെങ്കിൽ ഖുതുബ നടത്തുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അയാൾ പറയുന്നത് മലപ്പുറം ജില്ലയിലെ പല വീടുകളിലും അമുസ്ലിങ്ങളായ സ്ത്രീകളുള്ള വീടുകളിൽ വരെ ഞാൻ ജിന്നിറക്കാൻ ചികിത്സകൾക്ക് വേണ്ടി ഞാൻ കടന്നുപോയിട്ടുണ്ട്. എനിക്ക് കശ്ഫ് തെളിയാറുണ്ട്. കശ്ഫ് എന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങൾ, അത്തരം വിവരങ്ങൾ ഞങ്ങൾക്ക് കശ്ഫിലൂടെ തെളിഞ്ഞു കിട്ടി. അത്തരം കശ്ഫിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ ജിന്ന് ചികിത്സകൾക്ക് കടന്നുപോയിട്ടുണ്ട് എന്ന് പറയുന്ന ആൾ, അത്തരം എത്രയോ ചെറുപ്പക്കാരെയാണ് ഈ നാട്ടിൽ അവർ സൃഷ്ടിച്ചെടുത്തത് എന്ന് മാത്രമല്ല, മന്ത്രിച്ചൂതിയ പിന്നാണത്തിൽ മന്ത്രിച്ചൂതിയ വെള്ളം കുടിക്കാനും ഖുർആൻ ഓതി ഊതിയ വെള്ളം കുടിക്കാനും ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം കൂട്ടുനിൽക്കണമായിരുന്നുവെന്നാണോ ഇവരാവശ്യപ്പെടുന്നത്? എവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇവരോടുള്ള സമീപനത്തിൽ തെറ്റുപറ്റിയത്? ചില ആളുകൾ പറയും, എന്തിനാണ് ബിസ്ലം എന്ന സംഘടനയെ മുജാഹിദ് പ്രസ്ഥാനം വിമർശിക്കുന്നത്? അവർ വളരെ നല്ല മനോഹരമായ ആശയങ്ങൾ പറയുന്ന ആളുകളല്ലേ. മനോഹരമായ പേപ്പറിൽ, മനോഹരമായ ഒരു പൊതിയിൽ, ഒരു സമ്മാന പൊതിയിൽ അല്പം വിഷം കൊണ്ടുവന്ന് തന്നാൽ അത് വിഷമാണ് എന്നത് മനസ്സിലായിട്ടും അത് സമ്മാനപ്പൊതിയിൽ നല്ലതല്ലേ, പുറം കാണാൻ വളരെ മനോഹരമാണല്ലോ എന്ന് കരുതി കൊണ്ടു നടക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? അതൊരിക്കലും സാധ്യമല്ല.